വന്നിട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. പക്ഷെ നമ്മുടെ എന്താ പറയാ എക്സ്പ്ലോറേഷന്റെ ഫസ്റ്റ് ഡേ എന്ന് തന്നെ പറയാം. നമ്മള് ഇന്നലെ വന്നപ്പോ ഉച്ചയായല്ലോ, നമ്മൾക്ക് പിന്നെ അധികം അങ്ങോട്ട് വേറെ സ്ഥലത്തേക്കൊന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു നമ്മൾ വന്ന ടൗണിൽ തന്നെ കുറച്ച് രാത്രി നൈറ്റ് ലൈഫ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇന്നിപ്പോ നമുക്ക് ഒരു ഹോൾ ഡേ നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് ഇവിടുന്ന് പോകാനായിട്ട്, എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട്. സോ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. നമ്മൾ മാൾട്ടയിൽ നമ്മൾ വെലറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, എനിക്ക് പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആണെന്ന് അറിയില്ല കേട്ടോ, കാരണം ഈ പേരുകളൊക്കെ ഞാനിപ്പോ സ്ലൈമ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നലെ ഒരു ഫ്രണ്ട് ഇവിടെ മാൾട്ടയിലുണ്ട്, അപ്പൊ ആള് വിളിച്ചപ്പോഴാണ് പറയുന്നത് സ്ലിമാന്നും കണ്ടാണ് പറയുന്നതെന്ന് തോന്നി. അപ്പൊ എന്റെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് മക്കളെ, സോ അത് കാരണം സ്ഥലത്തിന്റെ പേരൊക്കെ ഞാൻ ചിലപ്പോൾ തെറ്റിയായിട്ടായിരിക്കും കേട്ടോ പറയുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ വെലറ്റ എന്ന് പറയുന്ന ഒരു സിറ്റി, ഇവിടുത്തെ ഒരു നല്ല അത്യാവശ്യം എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൗൺ ആണ്. നമുക്കപ്പോ അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് എനർജറ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ ഡേ 2 എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാം. എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണ് സെക്കൻഡ് ഡേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്? കാറ്റുണ്ടല്ലോ ചെറുതായിട്ട്. ബട്ട് എന്നാലും നമ്മൾ ഇന്ന് ജാക്കറ്റ് ഒന്നും എടുക്കുന്നില്ല എന്നാണ് നമ്മുടെ തീരുമാനം അല്ലേ? ജാക്കറ്റ് എടുക്കുന്നില്ലല്ലോ, അറിയില്ലേ നമ്മള്, കാരണം നമ്മളിപ്പോ ഇവിടുന്ന് നല്ലൊരു ദൂരത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഇനി ജാക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ തണുത്ത് വരച്ച് തന്നെ നടക്കേണ്ടി വരും, കാരണം ഇവിടെ എത്തുന്നവരെ നമ്മൾ ജാക്കറ്റ് കയ്യിൽ ഇല്ലാതെയാണ് കൈസ് പോകാൻ പോകുന്നത്. എന്തായാലും നമ്മൾ വിചാരിച്ചിരുന്നത് കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും, ചൂടുണ്ട് പക്ഷെ അതിന്റെ കൂടെ തന്നെ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ടൂറാണല്ലോ, നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാം, ബാക്കി കാര്യങ്ങളൊക്കെ മാൾട്ട വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങി, നമ്മളിവിടെ അടുത്ത് തന്നെ, ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇവിടെ അടുത്ത് തന്നെ കോസ്റ്റി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കോസ്റ്റി എന്നൊരു നല്ല അടിപൊളി കോഫി ഒക്കെ കുടിച്ചിട്ട് നമുക്ക് പോവാം. കോസ്റ്റിന്ന് ഹോട്ട് ചോക്ലേറ്റ് കേട്ടോ. നമ്മളിപ്പോൾ കോസ്റ്റയിൽ വന്ന് ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ കുടിക്കണം, നല്ല വലിയ ഗ്ലാസ്സിലാട്ടോ. മധുരം മുന്നത്തെ പോലെ തന്നെ, നമുക്ക് മധുരം എപ്പോഴും കുറച്ച് എക്സ്ട്രാ ഇടാനായിട്ടാണ് നമുക്ക് ആഗ്രഹം. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് മധുരം കുറവ് ട്രൈ ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും നല്ലതില്ലേ. അതുകൊണ്ട് ഇത് തന്നെ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നമുക്ക് ആ രാവിലെ എനിക്ക് വന്ന് ആ ഒരു ഉന്മേഷമാണ് ഇപ്പോഴും ഹോട്ട് ചോക്ലേറ്റ് കോഫിയൊക്കെ അല്ലേ. അപ്പം നമ്മുടെ ഈ ഡേ 2 നമ്മളിന്ന് വന്നിരിക്കുന്നത് വെലറ്റയിലാണ് കേട്ടോ, മാൾട്ടയിലെ ക്യാപിറ്റൽ സിറ്റി എന്നതിന് പുറമെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനായിട്ട് തോന്നുന്നത് നമ്മുടെ ഇവിടെ ഒരു മെയിൻ ബസ് സെന്റർ ആണ്, ബസ് സ്റ്റേഷൻ ആണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും ബസ് കയറാനായിട്ട് നിങ്ങൾ നേരെ വെലറ്റയിലേക്കാണ് കേട്ടോ വരേണ്ടത്. ഈ കാണുന്നത് മൊത്തം വെലറ്റയിലെ ആ ഒരു സെന്റർ ആണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോൾ തന്നെ ക്രിസ്മസ് ടൈമിൽ നമ്മൾ പോയതുകൊണ്ട് വലിയൊരു ക്രിസ്മസ് ട്രീയും പിന്നെ അങ്ങോട്ട് ഒരു സ്ട്രീറ്റും മൊത്തം ഇങ്ങനെ ഫുഡിന്റെ ഷോപ്സും സുവനിയർ ഷോപ്സും ഒക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് ഫുൾ ആ ഒരു ഡേ തന്നെ അവിടെ വെലറ്റയിൽ ശരിക്കും സ്പെൻഡ് ചെയ്യാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് പിന്നെ നമ്മൾ നടന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചെറിയൊരു നമ്മുടെ നാട്ടിലത്തെ ഒക്കെ മാള് പോലെ നമുക്ക് തോന്നിട്ടോ. അപ്പൊ അവിടെ ചെന്നപ്പോ നമുക്ക് കുറെ ഇന്ത്യൻ സാധനങ്ങളും ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ചുമ്മാ കണ്ടിട്ട് നമ്മൾ വീണ്ടും പുറത്ത് നമ്മൾ ആ ഒരു വെലറ്റ സെന്റർ മൊത്തം ഒന്ന് ചുറ്റി കാണാനായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വെലറ്റയിൽ വന്ന് നമ്മൾ കുറച്ച്, ഞാൻ നേരത്തെ പറയാനായിട്ട് മറന്നുപോയി, ഇവിടെ മൊത്തം ഇങ്ങനെ ക്രീം കളറിലെ ബിൽഡിങ്സ് ആട്ടോ. അപ്പോൾ ഈ ക്രീം കളറിലെ ബിൽഡിങ്സ് നമ്മളിവിടെ ബാക്കിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ, നമ്മൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ ട്രൈപോഡിൽ ഫോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മാൾട്ടയിൽ വന്നിട്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ബിൽഡിങ്സ് കംപ്ലീറ്റ്ലി ആ ഒരു ക്രീം കളർ ബിൽഡിങ്സ് ആണ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ ഈ ഫോട്ടോസ് എടുത്തതിന്റെ രണ്ട് സൈഡിൽ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റെയർസ് ഉണ്ട്. അപ്പൊ ആ ഒരു രണ്ട് സൈഡിലും നമുക്കിങ്ങനെ ഫോർട്രസ് ആണ് കേട്ടോ. നമ്മൾ ആ ഒരു 2ാം ലോക മഹായുദ്ധവും അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ നമുക്കിങ്ങനെ ബാറ്റിലിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ ബുള്ളറ്റ് ഹോൾസ് ഒക്കെ അവിടെ. പക്ഷെ നമുക്ക് ഫുള്ള് മൊത്തത്തിൽ നമുക്ക് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനി എന്തായാലും പോകുന്നതിന് മുന്നേ ഒരു ദിവസം കൂടെ ഈ ഒരു വെലറ്റ ആ ഒരു സെന്റർ മാത്രം ചുറ്റിക്കറാനായിട്ട് വരണമെന്നുണ്ട്.
കാണുന്നത് ഒരു മോണ്യുമെന്റ് ആണ് കേട്ടോ. അവിടെ ഒരു അതിദാരുണമായിട്ട് ഒരു റോഡ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട ഒരാളുടെ റിമെമ്പറൻസിന് വേണ്ടിയിട്ടുള്ള. നമ്മളിപ്പോ മാൾട്ടയിൽ വന്നിട്ട് ആദ്യമായിട്ടും മാൾട്ടയിലത്തെ ട്രഡീഷണൽ ഫുഡായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് പാസ്റ്റിസി ആട്ടോ. ഇത് മെയിനായിട്ട് ചിക്കൻ, അതുപോലെ തന്നെ ചീസ്, പീസിലൊക്കെയാണ് ഇതിന്റെ ഫില്ലിങ് വരുന്നത്. ഏകദേശം ഒരു €1 താഴെയാണ്, 0.90 ആണ്, ലൈക്ക് സെന്റ് ആണ് നമുക്ക് ആയത്. അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം ആട്ടോ. ഇത് കാനൻ ഫയറിങ് നടക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ പക്ഷെ എത്താനായിട്ട് ഒരു 3 മിനിറ്റ് വൈകി. പക്ഷെ ആ ഒരു ടൈമിൽ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു ദിവസം കൂടെ ആ ഒരു കറക്റ്റ് ടൈമിന് മുന്നായിട്ട് എന്തായാലും വരണം കാണാനായിട്ട്. അങ്ങനെ വെലറ്റയിൽ നിന്ന് നമ്മൾ നേരെ ബസ് എടുത്ത് പോയത് പൗളയിലെ നമ്മൾ ഫുഡ് വില്ലേജ് ലക്ഷ്യമായിട്ടാട്ടോ പോകുന്നത്. അവിടെ നമുക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് കിട്ടും. അവിടെ നല്ല കേരള ഫുഡ് ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ അതന്വേഷിച്ച് നമ്മളിപ്പോ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ ഡ്രിങ്ക് ഒക്കെ വാങ്ങി നമ്മൾ പൗളയിലത്തെ ആ ഒരു റെസ്റ്റോറന്റ് നോക്കി നടക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കേരള റെസ്റ്റോറന്റ് ഫുഡ് വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചു. ചെന്ന് നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കനും അതുപോലെ തന്നെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരു സീ ഫുഡ് പ്ലേറ്ററും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിൽ എത്തിയില്ല സംഭവം. പക്ഷെ എന്നാലും ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിൽ പോയി. നമ്മൾ നേരെ അപ്പൊ ഇന്ന് ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു മാൾട്ടയിലെ ആ ഒരു എക്സ്പ്ലോറേഷൻ. ഇന്ന് കൂടുതലും വെലറ്റി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഒരു എക്സ്പ്ലോറേഷന്റെ സൈറ്റ് വെലറ്റി ആയിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ Day 3 എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ വീഡിയോ.